നിങ്ങൾ മിണ്ടാതിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിശബ്ദതയാണ് ശക്തി? എല്ലാ യുദ്ധങ്ങളും സംസാരിച്ച് ജയിക്കണമെന്നില്ല, അല്ലേ? ചില വിജയങ്ങൾ നിശബ്ദത കൊണ്ടാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെ ആരെങ്കിലും അപമാനിച്ച ഉടനെ മറുപടി പറയാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മോശം കമൻ്റ് ഇട്ടാൽ തിരിച്ചും കമൻ്റ് ഇടാറുണ്ടോ? വീട്ടിലോ ജോലി സ്ഥലത്തോ ആരെങ്കിലും തെറ്റായി സംസാരിച്ചാൽ അതേ നിമിഷം പ്രതികരിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദതയെക്കുറിച്ചാണ്. ദുർബലരുടെ നിശബ്ദതയെക്കുറിച്ചല്ല, ശക്തരായ ആളുകളുടെ നിശബ്ദതയെക്കുറിച്ചാണ്. ഞാനൊരു ചെറിയ കഥ പറയട്ടെ. ഒരു ദിവസം ഒരു സിംഹം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ കുറേ നായ്ക്കൾ അതിനെ കണ്ട് കുരക്കാൻ തുടങ്ങി. പക്ഷേ സിംഹം ഒന്നുപോലും തിരിഞ്ഞു നോക്കിയില്ല. അത് അതിൻ്റെ വഴിയിലൂടെ നടന്നുപോയി. ഒരു ചെറിയ നായ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അവയ്ക്ക് മറുപടി പറഞ്ഞില്ല? സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ശബ്ദങ്ങളും മറുപടി പറയാൻ തുടങ്ങിയാൽ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് കഴിയില്ല. ഈ കഥ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ വിമർശനങ്ങൾക്കും, എല്ലാ തർക്കങ്ങൾക്കും, എല്ലാ അപമാനങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലേ, മിണ്ടാതിരിക്കുന്ന ആളുകൾ പേടിയുള്ളവരാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അത് സത്യമല്ല. ശക്തിയില്ലാത്ത ഒരാൾക്കും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ശക്തിയുള്ള ഒരാൾക്ക് ദേഷ്യം വന്നാലും അത് നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് യഥാർത്ഥ ശക്തി ശബ്ദത്തിലല്ല, നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ അത് ശബ്ദമുണ്ടാവും. പക്ഷെ ആ ഗ്ലാസ് നിറഞ്ഞാൽ പിന്നെ ശബ്ദമുണ്ടാവില്ല. അറിവും അങ്ങനെ തന്നെയാണ്. അറിവ് കുറവുള്ളവർ കൂടുതൽ സംസാരിക്കും. പക്ഷെ ജീവിതം ഒരുപാട് പഠിച്ചവർ ആവശ്യമുള്ളപ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഒരു ഓഫീസ്. ആ ഓഫീസിൽ 2 ജീവനക്കാരുണ്ട്. ഒരാൾ എല്ലാ കാര്യത്തിലും തർക്കിക്കും, മറ്റേ ആൾ ശാന്തമായി തൻ്റെ ജോലിയൊക്കെ ചെയ്യും. ഒരു ദിവസം മാനേജർ ഒരു തെറ്റിദ്ധാരണ കാരണം 2 പേരെയും ശകാരിച്ചു. ആദ്യത്തെ ആളിന് ദേഷ്യം വന്നു. അവൻ തിരിച്ചും സംസാരിച്ചു. രണ്ടാമത്തെ ആൾ ഒന്നും പറഞ്ഞില്ല. അവൻ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് മാനേജർ തൻ്റെ തെറ്റ് മനസ്സിലാക്കി. ആരാണ് കൂടുതൽ ബഹുമാനം നേടിയത്? മിണ്ടാതിരുന്ന ആൾ തന്നെയല്ലേ സംസാരിക്കുന്നത്? കാരണം ചിലപ്പോൾ സമയം തന്നെയാണ് നമുക്ക് വേണ്ടിയും സംസാരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ദേഷ്യം വന്നാൽ ഉടനെ പ്രതികരിക്കാൻ പറയും, അല്ലേ? കാരണം ആ സമയത്ത് നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് ചിന്തയല്ല, പക്ഷേ വികാരമാണ്. അതുകൊണ്ടാണ് ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക് വർഷങ്ങളായുള്ള ഒരു ബന്ധം പോലും തകർക്കുന്നത്. പക്ഷേ ഒരു 5 മിനിറ്റ് നിശബ്ദത പാലിച്ചാൽ അതേ പ്രശ്നം വളരെ ചെറുതായി തോന്നും. അതിനാലാണ് ശാസ്ത്രജ്ഞ വിദഗ്ധർ പറയുന്നത് റെസ്പോണ്ട്, ഡോണ്ട് റിയാക്ട്. ഉടനെ പ്രതികരിക്കരുത്. ആദ്യം ചിന്തിക്കൂ, പിന്നെ എല്ലാവരും മറുപടി പറയൂ. ജീവിതത്തിലെ വലിയ സത്യം സുഹൃത്തുക്കളെ, എല്ലാവരെയും നമ്മൾ മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മളെ തന്നെ മാറ്റാൻ കഴിയും. എല്ലാവരുടെയും അഭിപ്രായം മാറ്റാൻ കഴിയില്ല. പക്ഷെ അതിനോട് പ്രതികരിക്കുന്ന നമ്മുടെ രീതിയെ മാറ്റാൻ കഴിയും. അതാണ് യഥാർത്ഥ വളർച്ച. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിലൂടെ നിങ്ങൾ തോൽക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും. എല്ലായ്പ്പോഴും മിണ്ടാതിരിക്കണോ? അല്ലല്ലോ. ചില സാഹചര്യങ്ങൾ നിശബ്ദത വളരെ ശക്തിയാണ്. ചില സാഹചര്യങ്ങൾ സംസാരിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ യഥാർത്ഥ ബുദ്ധി എന്താണ് എന്ന് ചോദിക്കുക. അപ്പോഴാണ് മിണ്ടാതിരിക്കേണ്ടത് എപ്പോഴാണ്, സംസാരിക്കേണ്ടത് എപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ചോദിക്കട്ടെ, നിശബ്ദത എപ്പോഴാണ് യഥാർത്ഥ ശക്തിയാവുന്നത്? അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ദേഷ്യം വന്ന സമയത്ത് നിശബ്ദത പാലിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ദേഷ്യം വന്ന സമയത്തല്ലേ. ആ സമയത്ത് പറയുന്ന ഒരു വാക്ക് പിന്നീട് 1000 പ്രാവശ്യം ക്ഷമ ചോദിച്ചാലും തിരികെ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഒരു ഗ്ലാസ് നിലത്ത് വീണാൽ അത് ഒട്ടിക്കാം, പക്ഷെ പൊട്ടിയ പാടുകൾ അവിടെ തന്നെ ഉണ്ടാവും. വാക്കുകളും അങ്ങനെ തന്നെയാണ്. ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ മനുഷ്യൻ്റെ മനസ്സിൽ വർഷങ്ങളോളം അതൊരു വേദനയുണ്ടാക്കും. ഉദാഹരണമായിട്ട്, ഒരു ഭാര്യയും ഭർത്താവും ചെറിയൊരു കാര്യത്തിന് വേണ്ടി തർക്കിച്ചു. ദേഷ്യത്തിൽ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിനക്കൊരു വിലയുമില്ല. അത് പറഞ്ഞ് വെറും 5 സെക്കൻഡ് കഴിഞ്ഞു. പക്ഷെ ആ വാക്ക് ഭാര്യ വർഷങ്ങളോളം മറന്നില്ല. 5 മിനിറ്റ് മിണ്ടാതിരുന്നെങ്കിൽ ആ കുടുംബം ആ വേദന അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഓർമ്മിക്കൂ, ദേഷ്യത്തിൽ ജയിക്കുന്ന ഒരാളേക്കാൾ ദേഷ്യത്തെ ജയിക്കുന്ന ആളാണ് യഥാർത്ഥ വിജയി. എല്ലാവർക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും
ഒരാൾ വിമർശിക്കും. യൂട്യൂബ് തുടങ്ങുമ്പോൾ പറയും, ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്, നിങ്ങൾ വിജയിച്ചാൽ എന്ത് പറയും, ഭാഗ്യം കൊണ്ടാണ്. നിങ്ങൾ വിജയിച്ചാൽ പറയും അത് ഭാഗ്യം കൊണ്ടല്ലേ, നിങ്ങൾ തോറ്റാൽ പറയും ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴും പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ചോദ്യത്തിന് മറുപടി പറഞ്ഞ് നടക്കണോ? ഇല്ല. ഉദാഹരണത്തിനായി ഞാൻ പറയുന്നത്, ഒരാന വഴിയിലൂടെ നടക്കുന്നു, ചെറിയ നായ്ക്കൾ കുരക്കുന്നു. ആന ഓരോ നായയെയും അടുത്ത് പോയി മറുപടി പറഞ്ഞാൽ അതിന് ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് തൻ്റെ വഴിയിലൂടെ നടക്കും. നമ്മളും അങ്ങനെ തന്നെ. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയാൻ തുടങ്ങിയാൽ നമ്മുടെ എന്നും ജീവിതം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. നിശബ്ദത മറ്റുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരുമോ? തരും. ചിലപ്പോൾ നമ്മൾ ഒന്നും പറയാതെ ഇരുന്നാൽ മറ്റുള്ളവർ കൂടുതൽ സംസാരിക്കും. അപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവവും പുറത്തു വരുമല്ലേ. ഉദാഹരണത്തിനായി ഓഫീസിൽ ഒരാൾ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ഉടനെ പ്രതികരിച്ചാൽ വലിയ പ്രശ്നവും. പക്ഷെ നിങ്ങൾ ശാന്തമായി നിരീക്ഷിച്ചാൽ ആരാണ് സത്യം, ആരാണ് അഭിനയിക്കുന്നത് എന്ന് സമയം തെളിയിക്കും. ചില സത്യങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് പുറത്തു വരില്ല, സമയത്തിൻ്റെ നിശബ്ദത കൊണ്ട് മാത്രമാണ് അതൊക്കെ പുറത്തു വരുന്നത്. നിശബ്ദത ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ്. ചിലർ കരുതും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് കൂടുതൽ ശക്തൻ. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് എല്ലാ സമയത്തും സ്വയം തന്നെ തെളിയിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഒരു ഇൻ്റർവ്യൂവിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് തുടർച്ചയായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. മറ്റേയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രം വ്യക്തമായ മറുപടി നൽകി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ആളായിരുന്നു. കാരണം ആത്മവിശ്വാസം ശബ്ദത്തിൻ്റെ ഉയരത്തിലല്ല, ചിന്തകളുടെ ആഴത്തിലാണ് ഉണ്ടാകുന്നത്. നിശബ്ദത നിനക്ക് ചിന്തിക്കാൻ സമയം നൽകും. നമ്മൾ ഉടനെ പ്രതികരിക്കുമ്പോൾ വികാരങ്ങൾ സംസാരിക്കും. പക്ഷെ ഒരു നിമിഷം നിശബ്ദത പാലിച്ചാൽ ബുദ്ധിയാണ് അവിടെ സംസാരിക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഉദാഹരണമായിട്ട് പറയട്ടെ, ഒരു ബിസിനസ്സുകാരന് വലിയ നഷ്ടങ്ങളുണ്ടായി. ദേഷ്യത്തിൽ അദ്ദേഹം കമ്പനി അടച്ചുപൂട്ടി. പക്ഷെ അദ്ദേഹം ഒരു ദിവസം ഒന്നും തീരുമാനിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് ശാന്തമായി ചിന്തിച്ചു നോക്കി. അപ്പോഴാണ് പുതിയൊരു പദ്ധതി അദ്ദേഹത്തിന് മനസ്സിൽ വന്നത്. അന്ന് തന്നെ അതേ കമ്പനി വീണ്ടും ഓപ്പണാക്കി. അത് അദ്ദേഹത്തിൻ്റെ ആ കമ്പനി വലിയൊരു വിജയമാക്കി തീർത്തു. ചിലപ്പോൾ ഒരു നിമിഷത്തെ നിശബ്ദത ഒരു ജീവിതകാലത്തെ വിജയമാകും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ആളുകളെ വാക്കുകൊണ്ട് മാറ്റാനും കഴിയില്ല. ചിലപ്പോൾ നിശബ്ദത പറയുന്ന സന്ദേശം നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ആളുകളെ വാക്കുകൊണ്ട് നമുക്ക് മാറ്റാനും കഴിയില്ല. ചിലപ്പോൾ നിശബ്ദത പറയുന്ന സന്ദേശം 1000 വാക്കുകൾ പറഞ്ഞാലും പറയാനും കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിശബ്ദത എല്ലായിടത്തും ശരിയല്ല. ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷെ ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുക വലിയ തെറ്റുമാകാം. അപ്പോൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നിശബ്ദത പാലിക്കേണ്ടത്, ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കാം, നടപ്പിലാക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകൾക്കായി വോയിസ് ഓഫ് റസിയ കേൾക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.